ഹലോ ഫ്രണ്ട്സ്, MT വ്ളോഗിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊക്കെ പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത്, നമ്മളൊരാളെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ ആദ്യമായിട്ട് കണ്ടുമുട്ടുമ്പോൾ അവരെ ഒരു വിലയിരുത്തൽ നമ്മൾ നടത്തും. ആ വിലയിരുത്തൽ പലപ്പോഴും തെറ്റിപ്പോകുന്നു. ഒറ്റയടിക്ക് ഒരാളെ വിലയിരുത്തിയാൽ അത് ഒരുപക്ഷെ നല്ല ആളാണ് നമ്മൾ വിലയിരുത്തും, അല്ലെങ്കിൽ ഒരു സാഹചര്യം നോക്കിയിട്ട് ആ സാഹചര്യത്തിൻ്റെ നമുക്ക് മനസ്സിലായതനുസരിച്ച് നല്ലതൊന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ പിന്നീടാണ് മനസ്സിലാകുക വളരെ മോശമായിരുന്നു എന്നുള്ളത്. ചിലപ്പോൾ തിരിച്ച് വളരെ മോശമാണെന്ന് നമ്മൾ വിലയിരുത്തുകയും പിന്നീട് ഇത് നല്ലതാണെന്ന് മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് ഒറ്റയടിക്ക് ഒരാളെയും ഒറ്റ നോട്ടത്തിൽ വിലയിരുത്തരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. പക്ഷേ അതിൽ നോക്കുക, ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒറ്റയടിക്ക് ഒരാളെ വിലയിരുത്താൻ വേണ്ടിയുള്ള ബോഡി ലാംഗ്വേജുമായി ബന്ധപ്പെട്ട കാര്യമല്ല പറയുന്നത്. ആളുടെ നേച്ചർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കണ്ടിട്ട് നമ്മൾ വിലയിരുത്തരുത് എന്നുള്ള രീതിയിലാണ്. അതിൽ ശ്രദ്ധിക്കുക, അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ രണ്ട് കഥകളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഒരു ട്രെയിൻ യാത്രയിലെ അനുഭവമാണ്. ഒരു ട്രെയിനിൽ ഒരു പ്രായമായ വൃദ്ധനായ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു ബെഗർ, ഒരു ഭിക്ഷക്കാരൻ എന്ന് തോന്നിക്കുന്ന ഒരാൾ യാത്ര ചെയ്യണം. അങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് ടി വരുന്നത്. ടി വന്നിട്ട് ഓരോരുത്തരും ടിക്കറ്റ് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നു. അവസാനം ഈ പ്രായമുള്ള ആളെടുത്ത് വന്നിട്ട് നിങ്ങൾ ടിക്കറ്റ് എവിടെ നിന്ന് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ ഭാണ്ഡക്കെട്ടുകളൊക്കെ ഉണ്ട്. ആ ഭാണ്ഡത്തിനുള്ളിൽ കൈയിട്ട് നോക്കിയിട്ട് കാണാതായപ്പോൾ ടിക്ക് ദേഷ്യം പിടിച്ചു. എന്താണ് മനുഷ്യ, ഈ പ്രായമായ കാലത്ത് നിങ്ങൾ വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ കയറണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ഞാനൊന്ന് നോക്കട്ടെ എന്നുകൊണ്ട് ഫുൾ പരതാൻ തുടങ്ങി. അങ്ങനെ പരതുമ്പോൾ ടി പറഞ്ഞു, ഒന്ന് ഞാൻ ബാക്കിയുള്ളവർക്കും കൂടെ ചെക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം, അപ്പോഴേക്ക് എടുത്ത് വെക്കണമെന്ന്. ടി അതിലേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ടിയെ ഞെട്ടിച്ച കാഴ്ച എന്ന് പറയുന്നത്, ഈ ഭാണ്ഡക്കെട്ടിൽ നിന്ന് അദ്ദേഹം ഒരു ടിക്കറ്റ് എടുത്തിരിക്കുന്നു. ഫസ്റ്റ് AC ടിക്കറ്റാണ്. 1ാം ക്ലാസ് AC യാത്ര ചെയ്യാൻ ഏറ്റവും വില കൂടിയ ടിക്കറ്റ് എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ആളെയാണ് അദ്ദേഹം ആദ്യമേ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്, വിലയിരുത്തിയതായി ഇദ്ദേഹം മോശമാണെന്നുള്ളത്. ഇനി അതിൻ്റെ ബാക്കി കഥകളാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത സ്റ്റേഷനിൽ എത്തുമ്പോൾ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുന്നു. വളരെ മാന്യമായ ടിക്കറ്റൊക്കെ എടുത്ത ഒരാൾ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇറങ്ങുമ്പോൾ ടി അദ്ദേഹത്തിൻ്റെ വെയിറ്റും ലഗേജുകളും ഭാണ്ഡങ്ങളൊക്കെ എടുത്തിട്ട് പ്ലാറ്റ്ഫോമിൽ ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പോർട്ടർമാർ വരും. ഒരു പോർട്ടർ ഓടി വന്നു, ഞാൻ സഹായിക്കാം എന്നുള്ള രീതിയിൽ. അങ്ങനെ വന്നിട്ട് പോർട്ടർ ഇത് പിടിക്കുമ്പോൾ ആ പോർട്ടർ കുറച്ച് അപ്പുറേക്ക് നോക്കുമ്പോൾ മറ്റേ ഡോറിലൂടെ നല്ല സുന്ദരിയായ ഒരു സ്ത്രീ ഇറങ്ങുന്നു. കുറച്ച് ലഗേജുകൾ എടുത്ത് പ്ലാറ്റ്ഫോമിൽ വെക്കുന്നു. ഉടനെ ഈ പോർട്ടർ ഈ വയസ്സായ ആളെ, ഈ ബെഗർ ലുക്കുള്ള ആളെ ഒഴിവാക്കിയിട്ട് നേരെ ആ സ്ത്രീയുടെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ ശരിക്കും ഈ ബെഗർ അല്ലെങ്കിൽ ഈ പ്രായമുള്ള ആൾക്കും അതുപോലെ ടിക്കും സങ്കടം തോന്നി. ഇദ്ദേഹത്തിൻ്റെ കയ്യിലും ക്യാഷൊക്കെ ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു ജോലി ചെയ്യുമ്പോൾ ഒരു സുന്ദരിയായ സ്ത്രീയെ, പണക്കാരി എന്ന് തോന്നിക്കുന്ന സ്ത്രീയെ കണ്ടപ്പോൾ അങ്ങോട്ട് ഓടിയില്ല, അത് മോശമായി പോയി എന്നുള്ള ഒരു ഫീലിംഗ് ആണ് ഇവർക്ക് വന്നത്. ഉടനെ ഈ പ്രായമുള്ള ആൾ ഒരു 500 രൂപ എടുത്ത് ടി കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ സാധാരണ പോകുമ്പോൾ പോയിക്കോളാം, എനിക്ക് പോർട്ടർ ആവശ്യമൊന്നുമില്ല. പക്ഷേ ആ പോർട്ടർ കയ്യിൽ ഈ 500 കൊടുത്തിട്ട് നിങ്ങൾ പറയണം, ഒരാളെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, ആദ്യമേ വിലയിരുത്തിയേക്കരുത്, എൻ്റെ കയ്യിലും ക്യാഷ് ഉണ്ട് എന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ടിക്കും തോന്നി അത് ശരി തന്നെയാണ്. അപ്പോൾ ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോർട്ടർ വരാൻ കാത്തിരുന്നു. പോർട്ടർ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ നേരത്തെ ഒരു പ്രായമുള്ള ആളെ സഹായിക്കാൻ വന്നിരുന്നു, പക്ഷേ അദ്ദേഹത്തിനെ സഹായിച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളൊരു സ്ത്രീയെ കണ്ടപ്പോൾ ഉടനെ അദ്ദേഹം ഒരു സ്ത്രീയെ സഹായിക്കാൻ പോയി. അതുകൊണ്ട് ആ പ്രായമുള്ള ആൾ ഒരു 500 രൂപ വന്നിട്ട് പറഞ്ഞു, നിങ്ങളടുത്ത് തരാൻ വേണ്ടിയിട്ടും നിങ്ങളോട് ഒരു കാര്യം പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരാളെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, കണ്ട ഉടനെ വിലയിരുത്തരുത് എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ പോർട്ടർ പറഞ്ഞ മറുപടിയാണ് ഇതിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. പോർട്ടർ ടിയോട് പറയുന്നു, അയ്യോ സോറി, ഞാൻ അദ്ദേഹത്തെ സഹായിക്കാൻ തന്നെയാണ് വന്നത്, പ്രായമുള്ള ആളെ. പക്ഷേ എനിക്ക് സ്ഥിരം കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നേരത്തെ നിങ്ങൾ കണ്ടുവെന്ന് പറയുന്ന സ്ത്രീ സുന്ദരിയാണോ പണക്കാരിയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആകെ ശ്രദ്ധിച്ച കാര്യം എന്ന് പറയുന്നത്, അവർക്ക് കണ്ണ് കാണില്ല, അവരെ ഞാൻ സ്ഥിരമായി സഹായിക്കുന്നതാണ്. എന്നും അവരൊന്നിറങ്ങിയ ഉടനെ അവരുടെ ലഗേജ് എടുത്തിട്ട് കൊണ്ടുപോയി വണ്ടിയിൽ വെച്ച് കൊടുക്കുന്ന ആൾ ഞാനാണ്. എന്ന് മാത്രമല്ല, അവരുടെ അടുത്ത് ഞാൻ ക്യാഷും വാങ്ങിക്കാറില്ല. അതുകൊണ്ട് ഈ 500 രൂപ തിരിച്ച് ആ പ്രായമുള്ള ആൾക്ക് കൊണ്ടുകൊടുക്കാനും കൊടുത്തിട്ട് അദ്ദേഹത്തോട് പറയണം, ഒറ്റ നോട്ടത്തിന് ആരെയും വിലയിരുത്തരുത് എന്നുള്ളത്. ഈ കഥയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, എല്ലാവരുടെയും അവരുടെ ഭാഗത്ത് ശരിയാണ്. മറ്റേ ഭാഗം കൂടി കേൾക്കുമ്പോൾ മാത്രമേ ഏതാണ് ശരിക്കും ശരിയെന്ന് മനസ്സിലാവുന്നത്. ശരികളെ 2 തരത്തിൽ നമുക്ക് പറയാം. ഒന്ന് സാങ്കേതികമായ ശരിയും, മറ്റൊന്ന് പ്രാവർത്തികമായ ശരിയും. ടെക്നിക്കൽ റൈറ്റ് ആൻഡ് പ്രാക്ടിക്കൽ റൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ ടി വന്നിട്ട് ടിക്കറ്റ് ചോദിക്കുമ്പോൾ ടെക്നിക്കലി ടിയുടെ ഡ്യൂട്ടിയാണ് ടിക്കറ്റ് എടുക്കാത്ത ചീത്ത പറയുന്നു. അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ ടിയുടെ ഭാഗത്ത് ശരിയാണ്, അത് ടെക്നിക്കൽ റൈറ്റാണ്. പക്ഷേ ടിക്ക് ഒന്നുകൂടെ അദ്ദേഹം ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ ഇല്ലേ എന്ന് വിലയിരുത്താനുള്ള സമയം അദ്ദേഹത്തിൻ്റെ സൈഡിലൂടെ നമുക്ക് കാണാൻ പറ്റണമായിരുന്നു. അതുപോലെ ആ പ്രായമുള്ള ആൾ പോർട്ടറെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. പോർട്ടർ എന്നെ ഉപേക്ഷിച്ച്, ഞാൻ വയസ്സനാണ്, ഞാൻ മുഷിഞ്ഞ വസ്ത്രമാണ്, അതുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചിട്ട് സ്ത്രീയുടെ അടുത്ത് പോയി എന്നുള്ള അണ്ടർ എസ്റ്റിമേഷനാണ്. സത്യത്തിൽ അങ്ങനെ അല്ല. അദ്ദേഹത്തിനെ കൂടി കേൾക്കാൻ, നിങ്ങൾ എന്തുകൊണ്ട് പോയി എന്ന് കേൾക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം എന്നുള്ളതാണ്. ഇത് കുടുംബത്തിലും ദാമ്പത്യത്തിലും എല്ലായിടത്തും ഈ 2 ശരികൾ തമ്മിലുള്ള യുദ്ധം നടക്കുന്നു എന്നുള്ളതാണ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാം. ഇത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് വേറെ ഒരു ചെറിയ കഥയും കൂടി സാധാരണ പറയാറുണ്ട്. ആ കഥ എന്ന് പറയുന്നത് 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിപ്പിക്കുന്ന ഒരു മിസ്സ് കണക്ക് കൂട്ടാൻ പഠിപ്പിക്കുകയാണ്. 2 × 2 4, 4 × 2 6 എന്നൊക്കെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടിക്കൊട്ടും മനസ്സിലാവാതപ്പോൾ കുട്ടിയോട് പറഞ്ഞു, മോനെ നിനക്ക് ഞാൻ 2 ചോക്ലേറ്റ് തരുന്നു, അതിനുശേഷം വീണ്ടും
2 ചോക്ലേറ്റ് ആയിരുന്നു. അങ്ങനെയെങ്കിൽ നിൻ്റെ കയ്യിൽ ആകെ എത്ര ചോക്ലേറ്റ്? അപ്പോൾ കുട്ടി കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു എൻ്റെ കയ്യിൽ 5 എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർക്ക് ദേഷ്യം വന്നു. എന്താണ് നീ പറയുന്നത്? ഒന്നുകൂടെ ഞാൻ പറയാം. 2 ചോക്ലേറ്റ് ഞാൻ തരുന്നു, വീണ്ടും 2 എണ്ണം തരുന്നു, എന്നിട്ട് എത്ര എണ്ണം ആകെ ഉണ്ടാവും എണ്ണി നോക്കുന്നൊക്കെ പറയുന്നു. അപ്പോൾ കുട്ടി കുറച്ച് മുമ്പ് എണ്ണിയിട്ട് പറയും 5 എണ്ണം എന്ന് പറയും. പല തവണയും ആൻസർ 5 എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർക്ക് നല്ല ദേഷ്യം വന്നു. നീയൊക്കെ എന്ത് പൊട്ടനാണ്, നീ ഇങ്ങനെയാണോ ക്ലാസ്സിൽ വരുന്നതൊക്കെ ചോദിച്ച് ദേഷ്യം വന്നു. അതിനുശേഷം ടീച്ചർ വിചാരിച്ചു എന്നാൽ പിന്നെ ചോക്ലേറ്റ് മാറ്റാം, കുട്ടിക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും ഒരെണ്ണം പറയാൻ നിന്നിട്ട് ആപ്പിൾ പറയാൻ നിൽക്കുകയാണ്. എന്നിട്ട് കുട്ടിയോട് പറയുന്നു മോനെ നിനക്ക് ഞാൻ 2 ആപ്പിൾ തരുന്നു, പിന്നെയും ഒരു 2 ആപ്പിൾ തരുന്നു, അങ്ങനെയാണെങ്കിൽ ആകെ എത്ര ആപ്പിൾ ഉണ്ടാവും എന്ന് ചോദിക്കുന്നു. അപ്പോൾ കുട്ടി ഉടനെ പറഞ്ഞു 4 ആപ്പിൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഇത് തന്നെയല്ലേ ഞാൻ നേരത്തെ ചോദിച്ചത്, 2 ചോക്ലേറ്റ് തരുന്നു, വീണ്ടും 2 ചോക്ലേറ്റ് തരുന്നു, അപ്പോൾ എത്ര ചോക്ലേറ്റ് ഉണ്ടാകും? ആ ചോദ്യത്തിന് വീണ്ടും കുട്ടി പറയണം എൻ്റെ കയ്യിൽ 5 ചോക്ലേറ്റ് ഉണ്ടാകും. അപ്പോൾ ദേഷ്യം വന്നിട്ട് കുട്ടിയോട് ചോദിക്കണം അതെന്താ നീ അങ്ങനെ പറയുന്നത്, ആപ്പിളിൻ്റെ കാര്യത്തിൽ 4 ചോക്ലേറ്റിൻ്റെ കാര്യത്തിൽ 5. അപ്പോഴാണ് കുട്ടി പറയുന്നത് മിസ്സേ അതിനാ ഒരു ചോക്ലേറ്റ് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾ 4 എണ്ണം തന്നു കഴിഞ്ഞാൽ ടോട്ടൽ 5 ആയില്ലേ, എത്ര ചോക്ലേറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരം ഞാൻ പറഞ്ഞത് ശരിയാണ്. അവിടെ നോക്കുക, ടീച്ചറുടെ ഭാഗത്തും ശരിയാണ്, കുട്ടിയുടെ ഭാഗത്തും ശരിയാണ്. ഒന്ന് ടെക്നിക്കൽ റൈറ്റും മറ്റത് പ്രാക്ടിക്കൽ റൈറ്റാണ്. ഒന്ന് സാങ്കേതികമായി മാത്രമാണ് ശരി, പക്ഷേ യാഥാർത്ഥ്യം പ്രാവർത്തികമായിട്ടുള്ള ശരി എന്ന് പറയുന്നത് മറ്റതാണ്. ഇതേ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലൈഫിൽ എവിടെ എത്തിക്കഴിഞ്ഞാലും ഭാര്യ ചിലപ്പോൾ ഭർത്താവിനെ കുറിച്ച് പറയും, ഭർത്താവിനോട് തീരെ ഇഷ്ടമില്ല, ഭർത്താവ് വീട്ടിൽ വന്ന ഉടനെ പിന്നെ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുകയാണ്, എന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് സ്വന്തം വീട്ടിൽ വിളിച്ച് പറയുന്നു, അല്ലെങ്കിൽ ആ പരിഭവം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ ഭാര്യ പറയുന്നത് ശരിയാണ്, ഭാര്യയുടെ പ്രതീക്ഷക്കൊത്തല്ല ഭർത്താവ് പെരുമാറുന്നത്. പക്ഷേ ഒരു കൗൺസിലിങ്ങിനോ മറ്റോ ഭർത്താവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജോലി ഭാരം കൊണ്ട് ഈ മാസത്തെ സാലറി കിട്ടണമെങ്കിൽ ഇന്ന വർക്കുകൾ ചെയ്തു തീർക്കണം, പകൽ ഓഫീസിൽ ചെയ്ത് തീരാത്ത വർക്ക് വീട്ടിൽ വന്നിട്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടർ മുമ്പിൽ ഇരിക്കുന്നത്. ആ കാര്യം കേൾക്കാൻ, ആ പ്രാക്ടിക്കൽ റൈറ്റ് ഏതാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുക എന്നുള്ളതാണ്. എവിടെയാണെങ്കിലും ലൈഫിൽ കുട്ടികൾ പഠനവുമായിട്ട് ബന്ധപ്പെട്ടത് കുട്ടികളെ ചീത്ത പറയുമ്പോഴൊക്കെ ഓർക്കുക, നമ്മൾ മാത്രമാണ് ശരി എന്ന ടെക്നിക്കൽ റൈറ്റ് എന്നുള്ള ചിന്ത എന്ന് മാറ്റുന്നോ മറ്റേ സൈഡിലുള്ള ആളുടെ ശരിയും കൂടെ മനസ്സിലാക്കാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ 2 ശരിയും ഒരുമിച്ച് ശരിയാകുമ്പോൾ മാത്രമേ ലൈഫ് സക്സസ് ആകൂ എന്നതാണ് ഇന്നത്തെ വീഡിയോയുടെ സന്ദേശം. അത് നിങ്ങൾ ലൈഫിൽ എല്ലായിടത്തും നിങ്ങൾക്ക് ഒരു രക്ഷിതാവ് എന്നുള്ള ആൾക്ക് കുട്ടികൾ പരീക്ഷിക്കാം. കുട്ടികൾ അനുസരിക്കുന്നില്ല എന്നുകൊണ്ട് നിങ്ങൾ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. അത് അനുസരിക്കുന്നില്ല എന്നത് നിങ്ങളുടെ ടെക്നിക്കൽ റൈറ്റാണ്. എന്താണ് പ്രാക്ടിക്കലി റൈറ്റ് എന്ന് നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നിങ്ങളുടെ കീഴുദ്യോഗസ്ഥർ, നിങ്ങളുടെ ഫ്രണ്ട്സിനിടയിൽ എല്ലായിടത്തും ഈ 2 ശരികൾ തമ്മിലുള്ള ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ആ ഫൈറ്റിനിടയിൽ ഈ 2 ശരിയും കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുക. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് ധാരാളം വീഡിയോകൾ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ ആവശ്യമുള്ളവർ MT വ്ലോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ആൻഡ്രോയിഡ് ആപ്പ് ഉണ്ട് പ്ലേ സ്റ്റോറിൽ, അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ വീഡിയോകളും ലഭിക്കും. നിങ്ങൾക്ക് എന്നോട് ചാറ്റ് ചെയ്യാനും പറ്റും. എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്ക് നിർത്തുന്നു. സ്നേഹപൂർവ്വം ഞാൻ മുജീബ്, MT വ്ലോഗ്.